നമസ്കാരം. വ്യാഴമാറ്റത്തെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. കാർത്തിക മേടക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം 4ലേക്കാണ് വരുന്നത്. കാർത്തിക ഇടവക്കൂറുകാർക്കാവട്ടെ 3ലേക്കുമാണ്. ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. പൊതുവെ 3ഉം 4ഉം വ്യാഴത്തിന് വളരെ ഉത്തമങ്ങളായിട്ട് പറയുന്നില്ല. ഇവിടെ വ്യാഴം വന്ന് പ്രവേശിക്കുന്നത് ഉച്ചക്ഷേത്രമായ കർക്കടകം രാശി ആയതുകൊണ്ടുള്ള ചില പ്രത്യേകതകളാണ് ഉള്ളത്. കാർത്തികയ്ക്ക് പൊതുവെ ഗുണം ചെയ്യുന്ന മാറ്റങ്ങളാണ് ഉള്ളത്. നിങ്ങളുടെ കർമ്മരംഗത്ത് വളരെയധികം പുരോഗതി ഉണ്ടാകുന്നതാണ്. തൊഴിൽപരമായിട്ട് ആഗ്രഹിക്കുന്നത് പോലെ നേട്ടങ്ങളും ഉയർച്ചയും അഭിവൃദ്ധിയും നേടിയെടുക്കുവാൻ കാർത്തികക്കാർക്ക് ഈ അവസരത്തിൽ സാധിക്കും. പുതിയ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അധികം വൈകാതെ അത് ലഭിക്കുന്നതാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നല്ല ജോലിയിൽ എത്തിച്ചേരാനായിട്ട് നിങ്ങൾക്ക് അവസരമുണ്ടാകും. വിദേശ തൊഴിലിനും ശ്രമിക്കുന്നവർക്ക് അതും ഉടനെ സാധിക്കാനിടയുണ്ട്. നിങ്ങൾക്ക് തികച്ചും പുതിയ മേഖലയിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള അവസരം കൈവരും. ഇതിനു മുമ്പ് പ്രയത്നിച്ചിട്ടില്ലാത്ത നൂതനമായ ഒരു മേഖലയിൽ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനുള്ള സന്ദർഭമാണ് വരാനുള്ള സാധ്യത. ശ്രദ്ധയോടുകൂടി അത് കൈകാര്യം ചെയ്ത് മുമ്പോട്ട് പോയാൽ വളരെ നല്ല സാമ്പത്തിക പുരോഗതിയും നേട്ടങ്ങളും അതിൽ നിന്ന് നിങ്ങൾക്ക് കൈവരിക്കാനായിട്ട് കഴിയും. കാർത്തികക്കാരായ വിദ്യാർത്ഥികൾക്ക് ആഗ്രഹിക്കുന്നത് പോലെ പഠന വിജയം, ഉപരിപഠനത്തിനുള്ള സാഹചര്യം എല്ലാം വന്നു ചേരുന്നതാണ്. ശ്രദ്ധാപൂർവം കാര്യങ്ങൾ പഠിച്ചു മുമ്പോട്ട് പോവുക. കച്ചവടം ചെയ്യുന്നവരെ സംബന്ധിച്ച് വളരെ പുരോഗതി ഉണ്ടാകും, സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ ബിസിനസ് വർദ്ധിക്കാനായിട്ട് അവസരമുണ്ടാകും. വളരെ ലാഭകരമായ രീതിയിൽ കാര്യങ്ങൾ നീങ്ങാൻ ആരംഭിക്കും. കാർത്തികക്കാരായ കച്ചവടക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രവർത്തന മേഖലകൾ കൂടുതൽ വിപുലീകരിക്കുന്നതിനും അതുവഴി ബിസിനസ് വർദ്ധിപ്പിക്കുന്നതിനും സാധിക്കുന്നതാണ്. നിങ്ങളുടെ പ്രവർത്തന മേഖലയിൽ നല്ല പുരോഗതി നേടിയെടുക്കാനായിട്ട് നിങ്ങൾക്ക് അവസരം ലഭിക്കുന്നതാണ്. സാമ്പത്തികമായി വലിയ ഗുണങ്ങൾ അതിൽ നിന്ന് നിങ്ങൾക്ക് കൈവരിക്കാനായിട്ട് സാധിക്കും. ഔദ്യോഗിക രംഗത്ത് വിവിധ വകുപ്പുകളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കെല്ലാം ചില ഗുണാനുഭവങ്ങളെങ്കിലും ഉണ്ടാകുന്നതാണ്. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം ഉണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ പ്രയോജനം കിട്ടുകയും ചെയ്തേക്കാം. കലാരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാർത്തികക്കാർക്ക് അപ്രതീക്ഷിതമായി പല നേട്ടങ്ങളും പുരോഗതിയും അവസരങ്ങളുമൊക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഗുണങ്ങൾക്ക് സാധ്യതയാണ് കാണുന്നത്. വിവാഹ ആലോചനകളും മറ്റും നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അധികം വൈകാതെ അത് തീരുമാനമാകാൻ സാധ്യതയുണ്ട്. കുടുംബ സഹിതം തീർത്ഥാടനം നടത്തുവാനുള്ള യോഗം കാണുന്നുണ്ട്. അത്യപൂർവങ്ങളായ മഹാക്ഷേത്രങ്ങളിൽ തീർത്ഥാടനം ചെയ്യാനുള്ള ഒരു യോഗമാണ് നിങ്ങൾക്ക് ഉണ്ടായി വരുന്നത്. ജൂൺ മാസം 2-ാം തീയതിക്ക് ശേഷം വളരെ അപൂർവമായ അറിവുകളും അസാധ്യമായ നേട്ടങ്ങളും കൈവരിക്കാൻ നിങ്ങൾക്ക് സാധിക്കും.